ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനത്തിന് ഇനി മിനിറ്റുകൾ മാത്രം. 12 മണിയോടെ ആസ്ഥാന മണ്ഡപത്തിൽ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും ആരംഭിക്കും. ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളാൽ നിറഞ്ഞു. വിവരങ്ങളുമായി ഏറ്റുമാനൂരിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തീർച്ചയായിട്ടും മഹാദേവന്റെ ഭക്തർ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഏറ്റുമാനൂരപ്പന്റെ ഏഴര പൊന്നാന ദർശനം കഴിഞ്ഞ 8 ദിവസമായി ഏറ്റുമാനൂർ വലിയ രീതിയിലുള്ള ആഘോഷ തിമിർപ്പിലാണ്. ഒപ്പം തന്നെ ഭക്തിരസത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റുമാനൂരപ്പന്റെ ഭക്തർ. വിവിധ തരത്തിലുള്ള ഈ ഉത്സവത്തിൻ്റെതായിട്ടുള്ള പരിപാടികളിൽ, ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം പങ്കുചേർന്നുകൊണ്ട് തങ്ങളുടെ സമസ്താപരാധങ്ങളും ഒഴിവാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനകളെല്ലാം തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റുമാനൂർ സന്നിധിയിൽ ഭക്തജന സഹസ്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഏറ്റുമാനൂരപ്പന്റെ തിരുസന്നിധി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ വർണ്ണാലങ്കൃതമായിട്ടുള്ള ഏറ്റുമാനൂരപ്പന്റെ ക്ഷേത്ര പരിസരമെല്ലാം തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ ഭക്തജനങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമല്ല, ഏറ്റുമാനൂരപ്പന്റെ ഭക്തർ എവിടെയെല്ലാം ഉണ്ടോ അവിടെ നിന്നെല്ലാം ഭക്തജനങ്ങൾ കഴിഞ്ഞ 8 ദിവസങ്ങളിലായി പല ദിവസങ്ങളിലായി ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 8ാം ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏറ്റുമാനൂരപ്പന്റെ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും കാണുക എന്നുള്ളത് ഈ ഉത്സവ നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തന്നെയാണ് കരുതുന്നത്. അത്തരത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏഴര പൊന്നാന ദർശനം ഇന്ന് 12 മണിയോട് കൂടിയാണ് ആരംഭിക്കുക. ക്ഷേത്രത്തിനകത്തെ ആസ്ഥാന മണ്ഡപത്തിൽ 12 മണിയോട് കൂടി ഏഴര പൊന്നാന ദർശനം ആരംഭിക്കും. ഇരുവശത്തും 7 ആനകളും അരപ്പൊന്നാനയെ നടുക്കും തിടമ്പിന് മുമ്പിലും പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ആ പുണ്യദർശനം കാണുന്നതിന് വേണ്ടി ഭക്തരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഓങ്കാരസ്തുതികളുമായി, ഓങ്കാര മന്ത്രങ്ങളുമായി, പഞ്ചാക്ഷരി മന്ത്രങ്ങളെല്ലാമായി ഭക്തജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മളിപ്പം ചില ഭക്തർ കൂടി ചേരുകയാണ്. ഈ എത്രത്തോളം ഭക്തിയോടെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഈ ഒരു ഏഴര പൊന്നാന ദർശനം 12 മണിയോട് കൂടി ആരംഭിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു സംഭവം. എന്താണ് അതിനെ? നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ എല്ലാ വർഷവും ഏഴപ്പന തൊഴുന്നതാണ്. കൂടാതെ തന്നെ നമ്മൾ ഏഴപ്പന എല്ലാ വർഷവും എടുക്കുന്നതും നമ്മൾ തന്നെയാണ്. അത് കണ്ട് തൊഴുവാന്ന് ഭയങ്കര പുണ്യം തന്നെയാണ്. പറയും, എത്ര നാളായി ഏഴപ്പൊന്നാന ദർശനം കാണുന്നത്? ചെറുപ്പം മുതലേ കാണുന്നതാണ്. പണ്ട് മുതലേ ഇങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിക്കും വരുന്നതാണ്. ഇപ്പം ഞങ്ങളാണ് ഇവിടെ ഏഴരപ്പൊന്നാന എടുക്കുന്നത്. എല്ലാം നല്ല ഭക്തിയോടുകൂടി അതെല്ലാം വന്ന് ചെയ്യുന്നതാണ്. പൊന്നാന ദർശനത്തിന് ശേഷമുള്ള പ്രദക്ഷിണത്തിന് പൊന്നാനകൾ എടുക്കുന്ന ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടല്ലേ? എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയുക, ഇങ്ങനെ ആ ഒരു അനുഭവത്തെക്കുറിച്ച്? അതിപ്പം നല്ലൊരു അനുഭവമായിട്ടാണ്. എത്ര വർഷമായി അങ്ങനെ അത് തുടങ്ങി? നേരത്തെ പോലെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ല ചേട്ടനാ അതിന്റെ നമ്മൾ 5-6 വർഷമായില്ലേ? 5-6 വർഷമായിട്ട് ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ പറയൂ, എന്താണ് ഈ ഏഴര പൊന്നാന ദർശനത്തെ കുറിച്ച്? എന്താണ് എത്രത്തോളം അനുഗ്രഹീതരാണ് നിങ്ങൾ? ഏഴപ്പൊന്നാന ദർശനം നമ്മൾ ഓരോ വർഷവും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏഴപ്പൊന്നാന ആസ്ഥാന മണ്ഡപത്തിൽ രാത്രി 12 മണിക്ക് വയ്ക്കും. അതിനുശേഷം തിരിച്ച് നമ്മൾ 3 വട്ടം ഏഴപ്പൊന്നാനകളെ ചുമലിലേറ്റിക്കൊണ്ട് പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം വീണ്ടും ഏഴപ്പൊന്നാനകളെ ആസ്ഥാന മണ്ഡപത്തിൽ നിന്ന് 2 മണിക്ക് എടുത്തതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണം വെപ്പ്. അതിനുശേഷം വീണ്ടും ഏഴപ്പൊന്നാനകളെ നമ്മൾ വീണ്ടും ആസ്ഥാന മണ്ഡപത്തിലോട്ട് തന്നെ ഇടും. 6 ദിവസം വരെ വീണ്ടും ഏഴപ്പൊന്നാന ദർശിക്കാനുള്ള ഭാഗ്യം ഭക്തജനങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ആ നിമിഷങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ്. ഈ ഏഴര പൊന്നാനയുടെ ഐതിഹ്യം തന്നെ പലർക്കും അറിയാം. തിരുവിതാംകൂർ മഹാരാജാവ് ഇത്തരത്തിൽ സമർപ്പിച്ചതാണ് ഏഴര പൊന്നാനകൾ. ഗജങ്ങളെയാണ് ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നതിൽ. വാമനനെ ഐതിഹ്യത്തിൽ ഉയരം കുറവായതിനാൽ അതുകൊണ്ട് അരപ്പൊന്നാനയായും ബാക്കി 7 ഗജങ്ങളെ 2 അടിയോളം ഉയരമുള്ള ആനകളായി, തങ്ക ആനകളായി, സ്വർണ്ണ ആനകളായി പണിയിക്കുകയും ചെയ്തു എന്നുള്ളത്. ഏതാണ്ട് 58ഓളം കിലോ സ്വർണം കൊണ്ടാണ് ഈ പൊന്നാനകളെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഐതിഹ്യ പ്രാധാന്യവും അതുപോലെ തന്നെ ആഘോഷ പ്രധാനവുമായിട്ടുള്ള വലിയ ഉത്സവ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 12 മണിയോടുകൂടി തന്നെ ഏഴര പൊന്നാന ദർശനം നടക്കും. ഒപ്പം തന്നെ കാണിക്ക സമർപ്പണവും നടക്കും. ചെങ്ങന്നൂർ പൊന്നുരുട്ട് മഠത്തിലെ ഭണ്ഡാരത്തിൽ പ്രതിനിധികൾ, അദ്ദേഹമാണ് ഈ കാണിക്ക, പ്രാഥമികമായി കാണിക്ക സമർപ്പിക്കാനുള്ള അവകാശമുള്ളത്. അദ്ദേഹം കാണിക്ക അർപ്പിക്കുന്നതുകൂടി മഹാകാണിക്കുകയും നടക്കും. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആബാലവൃത്തം ജനങ്ങൾ, ഭക്തജനങ്ങൾ ഈ ഏഴര പൊന്നാന ദർശിച്ച് കാണിക്കയും ഇടുന്നതോടുകൂടി ഈ ഉത്സവ നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി നടക്കാനിരിക്കുകയാണ്. അത്തരത്തിൽ 12 മണിയോടുകൂടി ഏഴര പൊന്നാന ദർശനം ആരംഭിക്കും. ഭക്തജനങ്ങളെല്ലാം തന്നെ ആ
മന്ത്രധ്വനികളെല്ലാം തന്നെ മുഴക്കിക്കൊണ്ട് അദ്ദേഹം ആ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.